ഹലോ ഫ്രണ്ട്സ്, 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജായിരുന്നു എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പം സെക്കൻഡ് സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേജിൽ ഇച്ചിരി ടഫാന്ന് പറയാം അല്ലേ. അപ്പം ഞാൻ നേരത്തെ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ മുന്നൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ +1 പുസ്തകങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിശാസ്ത്രം, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇക്കണോമിക്സ്, ഇത് മൂന്നിൽ നിന്നുള്ള നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട ചാപ്റ്ററൊക്കെ ഞാൻ വായിച്ചൊക്കെ ഒരുവിധമൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ +2 പുസ്തകം വാങ്ങിച്ചിട്ടും ഇല്ല, അതിൽ നിന്നുള്ളതൊന്നും അറിയത്തുമില്ല. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടുള്ള +1, +2 പുസ്തകം ഇപ്പോൾ +2ൻ്റെയും കൂടെ നമുക്ക് വാങ്ങിക്കണം. ജിയോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനൊക്കെ വരുമല്ലോ. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള എക്സാമിന് ഇനി തുടർന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് LDC ഒക്കെ വരുമ്പം ഉറപ്പായിട്ടും ചോദിക്കും. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10th പ്രിലിംസിനായിട്ട് പഠിച്ചിട്ടില്ല. കാരണം വേരിയസ് LGSന് ജോലി കിട്ടുമെന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഇത് LGS വേണ്ടാന്നുള്ളൊരു ഇതിൽ പിന്നെ പോയിട്ട് ബെപ്കോ LDC ആണെങ്കിലും സ്റ്റേറ്റ് വൈഡ് അല്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പഠിക്കുന്നില്ലായിരുന്നു. പിന്നെ പരീക്ഷ നമ്മൾ ഒരു പരീക്ഷ പോലും കളയാതെ പോയി എഴുതണം. ആ 1 മണിക്കൂർ അതിനുള്ളിലിരിക്കുന്നത് അതൊരു വളരെ വിലപ്പെട്ടൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് ഏത് പരീക്ഷ വന്നാലും ഞാൻ പോയി എഴുതും. അങ്ങനെ എഴുതിയതാണ് ഇതും. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന എല്ലാ ഭാഗത്തുനിന്നും ഈ പ്രാവശ്യം ചോദിച്ചു. അങ്ങനെ വലിയ ടഫുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊന്നും അല്ല. നമ്മുടെ നവോത്ഥാനം നോക്കിക്കഴിഞ്ഞാൽ ചട്ടമ്പിസ്വാമി, വിവേകാനന്ദൻ അവരെല്ലാം ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നില്ല, അതിപ്പോഴും ചോദിച്ചു. പിന്നെ അതുപോലെ നമ്മുടെ ഭരണഘടന അംഗീകരിച്ച വർഷങ്ങൾ, ആ ചോദ്യം വന്നു. കിറ്റിൻ്റെ സമരനായിക ചോദിച്ചു. ഇതൊക്കെ PSC ഈ ചോദ്യം ഒന്ന് ഒഴിവാക്കിയിട്ട് PSCക്ക് ഒരു പരീക്ഷ തന്നെ ഇല്ല. പിന്നെ നമുക്ക് ടഫ് എന്ന് പറയാനായിട്ട് ആ ജിയോഗ്രഫി കയറി വന്നതേ ഉള്ളൂ ഇച്ചിരി ടഫ് എന്ന് പറയാം. കറണ്ട് അഫയേഴ്സ് ആണല്ലോ, അങ്ങനെ ടഫായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒന്നും ചോദിച്ചില്ല. സിമ്പിളായിട്ടുള്ള വളരെ കുറച്ചൊക്കെ ചോദിച്ചുള്ളൂ. പിന്നെ മാത്സ് നോക്കിയാലും മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ക്ലോക്കിൻ്റെ കണക്കൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ മറന്നുപോയി. പഠനം കുറച്ചായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. മാത്സൊക്കെ ഞാൻ അവിടെ തന്നെ വർക്കൗട്ട് ചെയ്യുള്ളൂ. എനിക്ക് അപ്പുറത്തെ പേജിലോട്ട് മറിക്കാനുള്ള സമയമൊന്നുമില്ല. അവിടെ തന്നെ എല്ലാം കുത്തിക്കുറിക്കും. ഉത്തരം കിട്ടിയാൽ പോരെ. അതുപോലെ ഇനിയിപ്പം +1 ഒക്കെ പുസ്തകം മേടിക്കുന്നവർക്ക് നമുക്കതിൻ്റെ മലയാളം പതിപ്പ് കിട്ടും, ബുക്ക് സ്റ്റോളിൽ കിട്ടും. ഞാൻ 2-3 വർഷമായത് ഇത് മേടിച്ചിട്ട്. അപ്പോൾ ബുക്ക് സ്റ്റോളിൽ നിന്ന് മേടിച്ചാൽ മതി. അത്യാവശ്യമുള്ള ജിയോഗ്രഫിയും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നല്ല കേട്ടോ. നമുക്ക് ഒത്തിരി ഉണ്ട് അതിനകത്ത് പഠിക്കാൻ +1 പുസ്തകത്തിൽ. അപ്പോൾ അത്രയും നോട്ട് അത്ര എഴുതണ്ടല്ലോ. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാടുണ്ട് നമ്മുടെ സിലബസിൽ നിന്നുള്ള. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മേടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. LDC ഒക്കെ വളരെ വളരെ ഉപകാരപ്പെടും. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ +2 പുസ്തകം കൂടെ വാങ്ങിച്ച് വെച്ച് പഠിക്കണം. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും LDCക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊന്നാമത് ഈ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ ഭയങ്കര എനിക്കിഷ്ടമല്ല ഇംഗ്ലീഷ് പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രാമർ. അതുകൊണ്ട് ഞാൻ PYക്ക് വെച്ചാണ് ഇംഗ്ലീഷും മലയാളമൊക്കെ പഠിക്കുന്നത്. മലയാളം ക്ലാസ്സൊക്കെ കാണും. ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് ഞാൻ പഠിക്കില്ല. എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇരുന്ന് പഠിക്കുക. അടുത്ത സ്റ്റേജുകാരൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ പൊതുവായിട്ട് വരുന്ന ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതി വെക്കണം. ഈ 10th പ്രിലിംസിൻ്റെ, അതായത് നവോത്ഥാനത്തിൽ നിന്ന് വന്നേക്കുന്നത്, അതുപോലെ ഭരണഘടന അല്ലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നേക്കുന്ന ഭാഗങ്ങൾ, ഇതെല്ലാം ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത പരീക്ഷയ്ക്ക് നമുക്കത് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത സ്റ്റേജുകാർ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് ഈ ഭാഗങ്ങളെല്ലാം നല്ലപോലെ റിവിഷൻ ചെയ്യുക. പുതിയതായിട്ട് പഠിക്കാൻ പോകാതെ പഠിച്ചെല്ലാം നല്ലതുപോലെ റിവിഷൻ ചെയ്യുക. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.